ഹലോ. അപ്പം രാവിലെ മൂല്യച്ചെലവായിട്ട് ഒരു നൂലപ്പം ചിക്കൻ വറുത്തരച്ച തേങ്ങാക്കറിയാണ് കൊടുത്ത് വെച്ചത്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചപ്പാത്തിയാണ്. ചപ്പാത്തിക്കും ചിക്കൻ തന്നെ ഉള്ളൂ. അപ്പോൾ ചിക്കൻ വെറൈറ്റി ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ ആദ്യം നിസ്കരിച്ചിട്ട് വരട്ടെ, എന്നിട്ട് വേണം. മദ്രസിൽ പരിപാടി ഇനി നിഷുവിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരം വൈകി. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം സമയം തീരെ കളയാനില്ല. അപ്പം ഗൈസ്, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്കൊരു ബ്രൂ കോഫി കുടിക്കാനൊരു കൊതിട്ടോ. അപ്പോൾ ബ്രൂ കോഫിക്കുള്ള ബ്രൂവും പഞ്ചസാരയൊക്കെ സെറ്റാക്കി പാല് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. പാല് തിളച്ചു. കോഫി പഞ്ചസാര ഇട്ടേക്ക് ഒഴിച്ചെടുത്തിട്ടോ. ഇത് കുടിച്ചിട്ട് വേണം രാത്രിക്കൊക്കെയുള്ള ഫുഡ് റെഡിയാക്കാൻ. അപ്പം ഗൈസ്, പിന്നെ ചപ്പാത്തി കുഴക്കണം പരത്തണം ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല കേട്ടോ. ലാസ്റ്റ് ഫൈനലി ഇതാ ചുട്ടെടുക്കുകയാണ്. പരത്തി വെച്ചത് ഇത് അവിടെ ഉണ്ട്. പിന്നെ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പം ഇതിലുള്ള സവാള വഴറ്റാണ്. പിന്നെ ചിക്കൻ ഇവിടെ വേവിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. മാത്രം ഇവിടെ സാധനം നിറയാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പം ഗൈസ്, നമ്മളെ സ്റ്റൂ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കട്ടോ. പിന്നെ മല്ലിച്ചപ്പും കൂടിയിട്ടാൽ സെറ്റായി. അപ്പം ഗൈസ്, ഉസ്താദുമാർക്കുള്ള ചിലവ് കഴിഞ്ഞ് എൻ്റെ അടുക്കളൻ്റെ കോലാണിത്. ഓർക്കുള്ള ഫുഡൊക്കെ കൊടുത്തയച്ചെല്ലതും കഴിഞ്ഞ് ഞാനും കഴിച്ച് കുട്ടികൾക്കും കൊടുത്ത്. ഇനിതാ നാളെ അംഗൻവാടിയിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പം അതിനും വേണ്ടിയിട്ട് എനിക്ക് 2 ഐറ്റം കൊണ്ടുപോകാനുണ്ട്. ഒന്ന് പുളിയിഞ്ചിയാണ്. അപ്പം ഉള്ള പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. ഇഞ്ചി തൊലി കളയാനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടെ സെറ്റാക്കി ഇവിടെ ക്ലീൻ ആക്കിയിട്ട് വേണം അത് സെറ്റാക്കാൻ. അപ്പം ഇക്കാക്ക് ഫുഡ് കൊടുക്കട്ടെ. ചപ്പാത്തി കുളിച്ചു വാ. പയറും ഉപ്പേരിക്ക് പയറും പിന്നെ പുളിയിഞ്ചി. എൻ്റെ അടുക്കള കണ്ടിട്ട് ആരും നെട്ടണ്ട കേട്ടോ. കുട്ടികളെ ക്ലാസ്സും